പ്രൈസ് ലോർഡ്. വേദിയിലായിരിക്കുന്ന അധ്യക്ഷൻ, പാസ്റ്റർ ആൻഡ് എല്ലാ YPF മെമ്പേഴ്സിനും ക്രിസ്തീശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഞാൻ ഒരു ചെറിയ സ്റ്റോറിയിലൂടെ ഒരു ചെറിയ സന്ദേശം നിങ്ങളുമായിട്ട് കൈമാറുവാനാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ സ്റ്റോറിയുടെ പേര് ലൈഫ് ഓഫ് എ കൈറ്റ്. ഒരു ചെറിയ സിമ്പിൾ സ്റ്റോറിയാണ്. അതിലൂടെ ഞാൻ നിങ്ങൾക്കൊരു മെസ്സേജ് കൈമാറാൻ ആഗ്രഹിക്കുന്നു. ഒരു വില്ലേജിൽ ഒരു ബോയ് ഉണ്ടായിരുന്നു. ആ ബോയുടെ പേര് സാമുവൽ എന്നാണ്. അപ്പോൾ അവൻ്റെ പാരൻസ് അവന് കുറച്ച് കോയിൻസ് കൊടുക്കുമെന്നും, അപ്പോൾ അവനത് അവൻ്റെ മണി ബോക്സിൽ കളക്ട് ചെയ്യും. അങ്ങനെ ഒരു ദിവസം അവനൊരു കൈറ്റ് ഉണ്ടാക്കാനായിട്ടൊരു ആഗ്രഹം തോന്നി. അപ്പോൾ അവൻ ആ മണി ബോക്സിൽ നിന്ന് കോയിൻസ് എടുത്തിട്ട് അടുത്തുള്ളൊരു ഷോപ്പിൽ പോയി കൈറ്റ്സ് ഉണ്ടാക്കാനുള്ള സാധനമൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് അവൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് അല്പസമയം എടുത്ത് അവനൊരു മനോഹരമായൊരു കൈറ്റ് ഉണ്ടാക്കി. എന്നിട്ട് ആ കൈറ്റുമായിട്ട് അവൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ഗ്രൗണ്ടിലേക്ക് പോയി. ആ ഗ്രൗണ്ടിൽ ചെന്നിട്ട് അവനത് പറത്താൻ തുടങ്ങി. അപ്പോൾ കാറ്റിൻ്റെ ഇതനുസരിച്ച് അവൻ ആ ത്രെഡ് ഇങ്ങനെ വിട്ടുകൊണ്ടിരുന്നു. അന്ന് ആ കാറ്റിൻ്റെ ഓരോ രീതി അനുസരിച്ച് ആ കൈറ്റ് പറന്നുയരാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ അവന് ഒത്തിരി സന്തോഷമായി. അവനുണ്ടാക്കിയ കൈറ്റ് ഇങ്ങനെ പറന്നുയരുന്നത് കണ്ടപ്പോൾ അവന് ഒത്തിരി സന്തോഷമായി. അങ്ങനെ അത് ഒത്തിരി ഉയരങ്ങളിലേക്ക് എത്തി. അവൻ്റെ ദൃഷ്ടി എത്തുന്നതിനപ്പുറം അതെത്തി. പക്ഷെ മുകളിൽ വേറൊരു സംഭവം നടക്കുന്നുണ്ടായിരുന്നു. ഒരു ഈഗിൾ ഈ കൈറ്റ് ഇങ്ങനെ ഇത്ര ഉയരത്തിൽ പറന്ന് നിൽക്കുന്ന കണ്ടിട്ട് ഈ കൈറ്റിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നീ വളരെ മനോഹരമായിരിക്കുന്നല്ലോ, എന്താണ് നിൻ്റെ പേര് എന്ന് ചോദിച്ചു. അപ്പോൾ ഈ പ്രശംസ ഈ കൈറ്റിന് വളരെയധികം ഇഷ്ടമായി. എന്നിട്ട് കൈറ്റ് പറഞ്ഞു, എൻ്റെ പേര് കൈറ്റ് എന്നാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈഗിള് വീണ്ടും ഭയങ്കര അതിശയത്തോടെ അതിൻ്റെ അടുത്ത് ചെന്നിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ചോദിച്ചു, ഇത്രയും ഉയരത്തിൽ പറക്കാൻ കഴിയുന്നൊരു പക്ഷിയായിട്ട് ഞാൻ എന്നെ മാത്രമേ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ, നീ ഏത് കൈൻഡ് ഓഫ് ബേർഡ് ആണെന്ന് ചോദിച്ചു. അപ്പോൾ ഈ കൈറ്റ് പറഞ്ഞു, ഞാൻ കൈൻഡ് ഓഫ് ബേർഡ് അല്ല, എന്നെ മനുഷ്യൻ സൃഷ്ടിച്ചതാണ്, എന്നെ ഉണ്ടാക്കിയ ആളുടെ ഇതിൻ്റെ ത്രെഡുമായിട്ട് താഴെ നിൽപ്പുണ്ട് എന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ കൈറ്റ് ഇങ്ങനെ കൂട്ടിച്ചേർത്തു, എനിക്ക് ഇത്രയും ഉയരത്തിലല്ല, ഈ ത്രെഡ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് മേ ബി ഈ മൂണിൻ്റെ അടുത്തോളം ഇങ്ങനെ പറന്നെത്താൻ കഴിയും എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈഗിളിന് ഭയങ്കര അതിശയം തോന്നി. അത്ര ഉയരത്തിൽ പറക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഒന്നുകൂടെ ഫ്രണ്ട്ലി ആയിട്ട് ആ കൈറ്റിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എന്നാൽ ഞാൻ ഈ ത്രെഡ് അങ്ങ് മുറിച്ച് തരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ കൈറ്റിനും സന്തോഷമായി, എനിക്ക് ഇനിയും ഉയരത്തിൽ പറക്കാലോ എന്ന് വിചാരിച്ചിട്ട് കൈറ്റ് സന്തോഷത്തോടെ പറഞ്ഞു, നീ മുറിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ഈഗിൾ അത് മുറിച്ചു. ഒരു കാറ്റടിച്ചു, കൈറ്റ് അല്പം കൂടെ ഉയരത്തിലേക്ക് പറന്നു. അപ്പോൾ ഈഗിൾ ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അടുത്തൊരു കാറ്റടിച്ചതും ഈ കൈറ്റ് വന്ന് താഴെ നിലത്തൊരു കാട്ടിലിങ്ങനെ പതിച്ചു. അവിടെയും കഥാകാരൻ നിർത്തുന്നില്ല. ഈഗിൾ വന്ന് ഈ കൈറ്റിൻ്റെ അടുത്ത് ചോദിച്ചു, നീ മൂണിൻ്റെ അടുത്തോളം പറന്നെത്തിയോ എന്ന് ചോദിച്ചു. ഈ സ്റ്റോറി നമുക്കൊരു സന്ദേശം നൽകുന്നുണ്ട്. എത്ര നേരം ആ കൈറ്റ് തന്നെ ഉണ്ടാക്കിയ ആ സാമുവലിൻ്റെ കയ്യിൽ, തന്നെ സൃഷ്ടിച്ച ആ സാമുവലിൻ്റെ കയ്യിൽ ആ ത്രെഡുമായിട്ട് കണക്റ്റഡ് ആയിരുന്നോ, അത്ര നേരം ആ കൈറ്റ് സേഫായിരുന്നു. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ കയ്യിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മളെപ്പോഴും സേഫാണ്. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി വലിയ കാറ്റടിക്കാം, വലിയ പ്രതിസന്ധികളുണ്ടാകാം. എപ്പോഴും നമുക്ക് കർത്താവ് വെച്ചൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ സേഫാണ്. അതായത് ഈ കൈറ്റ് സാമുവലുമായിട്ടൊരു ത്രെഡ് വഴി എപ്പോഴും കണക്റ്റഡ് ആയിരുന്നു. അതുപോലെ നമ്മളെ സൃഷ്ടിച്ച കർത്താവുമായിട്ട് എപ്പോഴും ഒരു കണക്ഷൻ ഉണ്ടായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ നിയന്ത്രണം എപ്പോഴും നമ്മുടെ കർത്താവിൻ്റെ കയ്യിലായിരിക്കട്ടെ. ഈഗിളിനെ പോലെ ലോകത്തിലുള്ള പലതും നമ്മുടെ അടുത്ത് വന്നിട്ട് ആ ബന്ധം മുറിച്ചു തരാം, ആ ബന്ധത്തിലൊരു വിള്ളലുണ്ടാക്കാം എന്ന് നമ്മൾ ശ്രമിക്കുമ്പോൾ അന്ന് കാണുന്ന അപരിചിതനെ അല്ലെങ്കിൽ ആ ലോകമോഹത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. ഈ സ്റ്റോറി നിങ്ങളുടെ ലൈഫിൽ ഒരു വെളിച്ചമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വചനം പറയുന്നു, അവൻ നമ്മെ അവൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. അങ്ങനെ നമ്മുടെ കർത്താവിൻ്റെ ഉള്ളം കയ്യിലായിരിക്കാൻ, നമ്മുടെ നിയന്ത്രണം അവൻ്റെ കയ്യിൽ നൽകിക്കൊണ്ട് ജീവിപ്പാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.